ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പെരിങ്ങനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിച്ചിരാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളവുമുള്ള ദേവിദാസന്റെ അടുത്ത് പക്ഷെ ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയുമാട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫി എടുക്കാം. പെരിങ്ങനം സ്വദേശി കളവിച്ചിരാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. അത് നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആന പണ്ട് ചെറുപ്പം മുതൽ ഉണ്ടാക്കാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മുടെ സുധി കൊമ്പത്തുറമ്പിലെ നമ്മളെ വീട്ടിലെ പയ്യനാണല്ലോ. അപ്പോൾ അവൻ്റെ ഒരു പ്രചോദനം കൂടി ഈ വലിയ ആന ഉണ്ടാക്കാനുള്ളൊരു കാരണമായിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ചില 1 കൊല്ലവും 28 ദിവസം പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ 1/2 മണിക്കൂർ 1 മണിക്കൂർ, ചിലപ്പോൾ 1/2 ദിവസം, അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് 1 വർഷത്തോളം എടുത്ത് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. ഈ മെറ്റീരിയൽ സ്റ്റൈലൻസ് സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. സ്കൂൾ കാലഘട്ടം മുതൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മധു വിദ്യാർത്ഥികൾക്ക് എക്സിബിഷനും മറ്റും ആവശ്യമായ നിർമ്മിതികൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഫൈബർ ഉപയോഗിച്ച് ചെറിയ ആനകളെ നിർമ്മിച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് വലിയ ആനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മധു എത്തിയത്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇക്കഴിഞ്ഞ ദിവസം പെരിങ്ങനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായി ഉണ്ടായിരുന്നു. ശരിക്കും ഇതുണ്ട്, മെക്കാനിക്കൽ ആക്കാനുള്ള പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയ ആന ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കാറ്റ് വരില്ലേ, കാറ്റിലാടുന്ന തല അനക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിനുശേഷം പിന്നെ മെക്കാനിക്കലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സെറ്റായി കിട്ടിയെന്ന് മാത്രം. അതിൽ 1-2 പേര് ഹെൽപ്പ് ഉണ്ട് ഇതിൽ. യൂട്യൂബിൽ നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഐഡിയയിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വെൽഡ് ചെയ്യിച്ചു, ആദ്യം ഫ്രെയിം ചെയ്യിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ തന്നെ ചെയ്തത് ഇതിൻ്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡിങ്, ഇതിനും 3നും വേറെ ആൾക്കാരെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഈ അമ്പലത്തിലാണ്. നമ്മുടെ തട്ടകാണ്, ശ്രീപള്ളി ഭഗവതി ദേവിഡിന്. അതുകൊണ്ട് തന്നെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ മാർച്ചിലുണ്ട്. മാർച്ചിൽ 1-2 ഉത്സവമുണ്ട്. പിന്നെ ഞങ്ങൾ തറവാട്ടിലെ ഉത്സവമുണ്ട്. അപ്പം അങ്ങനെ പോണു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.